പൊന്നാനിയിൽ ബോട്ടിൽ കപ്പലിടിച്ച് 2 പേർ മരിച്ചു. ബോട്ടിന്റെ സ്രാങ്ക് അഴീക്കൽ സ്വദേശി അബ്ദുൽ സലാം, ഒപ്പമുണ്ടായിരുന്ന പൊന്നാനി പള്ളിപ്പടി സ്വദേശി അബ്ദുൽ ഗഫൂർ എന്നിവരാണ് മരിച്ചത്. മൃതദേഹങ്ങൾ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പൊന്നാനിയിൽ നിന്ന് 33 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് അപകടം. കപ്പലിന്റെ ഇടിയേറ്റ് ബോട്ട് രണ്ടായി പിളർന്നു. പൊന്നാനി തുറമുഖത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ഇസ്ലാഹി എന്ന ബോട്ടിൽ സാഗർ യുവരാജ് എന്ന ഇന്ത്യൻ ചരക്ക് കപ്പൽ ഇടിക്കുകയായിരുന്നു. രാത്രി 1 മണിയോടെയാണ് അപകടം. പൊന്നാനിയിൽ നിന്ന് പോയ ബോട്ടാണ്. 6 ആൾക്കാരോളം ഉണ്ടായിരുന്നു. അതിനകത്ത് 6 പേരെ റെസ്ക്യൂ ചെയ്യാൻ പറ്റി. ഒരു ഇന്ത്യൻ ബോട്ടാണ് ആ ബോട്ടിനെ ഇടിച്ചിട്ടുള്ളത്. 2 പേരാണ് അപകടത്തിൽ പെട്ടിട്ടുള്ളത്. 2 പേരുടെയും ബോഡി കിട്ടിയിട്ടുണ്ട്. ബോട്ട് ഇടിച്ച പാടക്ക് ബോട്ട് 2 പൊളിയായി പോയി. അതിൽ ബോഡി 2 ആളെ ബോഡി ആ പൊളിഞ്ഞ ബോട്ടിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അതിൽ നിന്ന് നീർത്തിയപ്പോഴാണ് ഇവിടുത്തെ നാട്ടിലെ ബോട്ടുകൾ നേരം വെളുത്തപ്പോൾ നീർത്തിയപ്പോഴാണ് അതിൽ നിന്ന് ബോഡി കിട്ടിയത്, 2 ആളെ ബോഡി. ബാക്കി 4 ആളുകളെ കപ്പലിൽ രക്ഷപ്പെടുത്തിയിരുന്നത്. അതുപോലെ തന്നെ ഈ കപ്പലിക്കൊന്നും 50 മാറിൻ്റെ കരയിലേക്ക് വന്ന് പോകാനുള്ള അനുമതിയൊന്നുമില്ല. ഈ ബോട്ടുകൾ, ചെറിയ ബോട്ടുകൾ വലിക്കണതിൻ്റെ ഇടയിൽ കൂടി വന്ന് ഓടി ബോട്ടുകൾ ഇടിച്ച് ഇതിൻ്റെ മുമ്പും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആന്ത്രോത്തിൽ നിന്ന് ബേപ്പൂരിലേക്ക് വരികയായിരുന്നു കപ്പൽ. 6 പേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. മറ്റു 4 പേരെ കപ്പലിലുണ്ടായിരുന്നവർ രക്ഷിച്ചു. തൃശൂർ ജില്ലയിലെ ഇടക്കഴിയൂർ ഭാഗത്ത് നിന്ന് കടലിൽ നിന്നാണ് 2 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. 8 മണിക്കൂർ കോസ്റ്റ് ഗാർഡും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് തിരച്ചിൽ നടത്തിയിരുന്നു. അപകടമുണ്ടാക്കുന്ന വിധം തീരത്തോട് ചേർന്നാണ് കപ്പൽ പോയിരുന്നതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. കൈരളി ന്യൂസ്, മലപ്പുറം.